Yo, what's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainment മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ MCUവിലുള്ള ഒരു സുപ്രധാന ക്യാരക്ടർ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ വരില്ല എന്നുള്ളതിന് ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺഫേം ചെയ്തതല്ല, മറിച്ച് അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയതാണ്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. സോ നമുക്ക് ആരാണ് ആ ക്യാരക്ടർ എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഈ ഒരു സുപ്രധാന ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം നിക് ഫ്യൂരിയാണ്. സോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നിക് ഫ്യൂരി അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഇല്ല എന്നിപ്പോൾ എങ്ങനെ പറയാൻ കഴിയാം? അത് നമ്മളോട് പറഞ്ഞത് മറ്റാരുമല്ല, നിക് ഫ്യൂരി ആയിട്ട് അഭിനയിക്കുന്ന സാമുവൽ എൽ ജാക്സൺ ആണ്. സോ സാമുവൽ എൽ ജാക്സൺ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. സോ ആ ഇന്റർവ്യൂവിൽ ഒരു ഫാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പം അദ്ദേഹം പറയാണ്, ഇല്ല, ഞാനില്ല. എന്തിനാപ്പം ഞാൻ ഉണ്ടാവണേ? അത് സൂപ്പർ ഹീറോസിന്റെ ഫിലിം അല്ലേന്ന്. അതായത് സൂപ്പർ ഹീറോസിന്റെ ഫിലിം ആയതുകൊണ്ട് ഞാനതിൽ വേണ്ടല്ലോ, ഞാനതിൽ ഇല്ലാന്നാ പറഞ്ഞത്. സോ സാമുവൽ ജാക്സൺ തന്നെ തറപ്പിച്ച് പറയുന്നു അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ അദ്ദേഹം ഇല്ല എന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ചില സമയത്ത് നമ്മുടെ ആക്ടേഴ്സ് കള്ളം പറയാറുണ്ട്, എങ്കിലും ഇങ്ങനെ ഇയാൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സാമുവൽ ജാക്സൺ അല്ലെങ്കിൽ നിക് ഫ്യൂരി എൻഡ് ഗെയിമിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊരു സ്പോയിലർ ആവില്ലല്ലോ ഒരിക്കലും. മാത്രമല്ല, ഈ നിക് ഫ്യൂരി അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരേണ്ടത്, ഞാൻ പണ്ട് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന്റെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ അതിലൊരു കാര്യം പറയുന്നു. നിങ്ങൾ ആ ട്രെയിലർ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. സോ അതില് എന്താണ്, നമ്മുടെ നിക് ഫ്യൂരി സ്പൈഡർമാനെ കാണുമ്പോൾ തന്നെ, പീറ്റർ പാർക്കറിനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്ന ഡയലോഗ് ഉണ്ട്, നൈസ് ടു ഫൈനലി മീറ്റ് യു പാർക്കർ എന്ന്. അതായത് നിങ്ങളെ അങ്ങനെ അവസാനം കാണാൻ പറ്റിയല്ലോ പാർക്കർ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ വെച്ചാണ്, ആ സീനിൽ വെച്ചാണ് നമ്മുടെ പീറ്റർ പാർക്കറിനെ നിക് ഫ്യൂരി നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അപ്പം എനിക്കുണ്ടായിരുന്ന സംശയമായിരുന്നു, പിന്നെ അപ്പൊ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ വൈപ്പായി പോയവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിക് ഫ്യൂരിയും സ്പൈഡർമാനും കണ്ടിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പറയൊന്നും വേണ്ട, താഴെ കമന്റ് ചെയ്ത് അത് ഇൻഫിനിറ്റി വാറിന് മുമ്പുള്ള കഥയാണ്, അത് എൻഡ് ഗെയിമിന് ശേഷമുള്ള കഥയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. സോ എൻഡ് ഗെയിമിന് ശേഷമുള്ള കഥയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. അപ്പൊ എന്തായാലും എൻഡ് ഗെയിമിൽ നിക് ഫ്യൂരിയും സ്പൈഡർമാനും കണ്ടുമുട്ടണമല്ലോ. കാരണം ഒരു അവെഞ്ചേഴ്സ് മൂവി എന്ന് പറയുമ്പോൾ എല്ലാ അവെഞ്ചേഴ്സും പരസ്പരം കണ്ടിരിക്കണമല്ലോ. അപ്പൊ നിക് ഫ്യൂരി സ്പൈഡർമാനെ കാണണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോ നമ്മളോട് നിക് ഫ്യൂരി ആയിട്ട് അഭിനയിക്കുന്ന സാമുവൽ ജാക്സൺ പറഞ്ഞിരിക്കുകയാണ് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നിക് ഫ്യൂരി ഇല്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വൈപ്പായി പോയി തിരിച്ചു വരുന്ന ആളുടെ കൂട്ടത്തിലെങ്കിലും നിക് ഫ്യൂരിയെ കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ സംശയം. ഓക്കെ അല്ലേ? അത് എന്തുകൊണ്ടാണ് സാമുവൽ ജാക്സൺ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ എന്തിനാണ് എൻഡ് ഗെയിമിൽ നിന്ന് നിക് ഫ്യൂരിയെ ഒഴിവാക്കിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയുമായിരുന്നു നമ്മുടെ വീഡിയോ. ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറവായിരിക്കും. കാരണം എക്സാം സീസൺ ആണ്. ഓക്കെ, 6-ാം തീയതി മുതൽ എക്സാം ആണ്. സോ ബോർഡ് എക്സാം ആണ്. സോ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വീഡിയോസ് പരമാവധി കുറവായിരിക്കും. അതുകൊണ്ട് ആരും പിണങ്ങി പോകുന്നു വേണ്ട. ഓക്കെ, പറ്റുന്നത്ര വീഡിയോസ് ഇടാം. ഓക്കെ അല്ലേ? സോ നിങ്ങൾ തൽക്കാലം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. സോ ഗൈസ്, അത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്. Not us.